നമസ്കാരം. മലയാളം സ്റ്റോറീസ് ആൻഡ് തോട്ട്സിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതം ഒരു കടൽ പോലെയാണ്. ചിലപ്പോൾ അത് ശാന്തമായിരിക്കും, എന്നാൽ മറ്റു ചിലപ്പോൾ വലിയ തിരമാലകൾ വന്ന് നമ്മളെ തകർക്കാൻ ശ്രമിക്കും. ബിസിനസ്സിലെ തകർച്ച, പ്രിയപ്പെട്ടവരുടെ വേർപാട്, സാമ്പത്തിക പ്രതിസന്ധി, അല്ലെങ്കിൽ കഠിനമായി പരിശ്രമിച്ചിട്ടും കിട്ടാത്ത വിജയം, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാകില്ല. പലരും അത്തരം ഘട്ടങ്ങളിൽ തളർന്നു പോകും. എൻ്റെ ജീവിതം തീർന്നു എന്ന് വിധി എഴുതും. എന്നാൽ യഥാർത്ഥ വിജയികൾ ജനിക്കുന്നത് ഇത്തരം ഇരുട്ടിൽ നിന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വീഴ്ചകളിൽ നിന്ന് എങ്ങനെ കരുത്തോടെ എഴുന്നേൽക്കാം എന്നതിനെക്കുറിച്ചാണ്. ഒരു ചെറിയ കഥ പറയാം. ഒരിക്കൽ ഒരു കഴുത ഒരു പഴയ കിണറ്റിൽ വീണു. കിണറിന് ആഴമുണ്ടായിരുന്നു. കഴുത പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ഉടമസ്ഥൻ വന്ന് നോക്കിയപ്പോൾ കഴുതയെ പുറത്തെടുക്കുക പ്രായോഗികമല്ലെന്ന് തോന്നി. കിണർ മൂടാനും കഴുതയെ അവിടെ തന്നെ കുഴിച്ചു മൂടാനും അയാൾ തീരുമാനിച്ചു. അയാൾ മണ്ണ് വാരി കിണറ്റിലേക്കിടാൻ തുടങ്ങി. ഓരോ വട്ടം മണ്ണ് പുറത്തു വീഴുമ്പോഴും കഴുത ആദ്യം ഭയന്നു. പിന്നീട് അതൊരു കാര്യം ചെയ്തു. പുറത്ത് വീഴുന്ന മണ്ണ് അത് കുടഞ്ഞു കളയാനും ആ മണ്ണിന് മുകളിലേക്ക് ചവിട്ടി നിൽക്കാനും തുടങ്ങി. ഓരോ കുട്ട മണ്ണിടുമ്പോഴും കഴുത ഉയരത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഒടുവിൽ തന്നെ കൊല്ലാനിട്ട മണ്ണ് ഉപയോഗിച്ച് തന്നെ ആ കഴുത കിണറ്റിൽ നിന്ന് പുറത്തെത്തി. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ലോകം നിങ്ങളുടെ മേൽ നെഗറ്റീവ് ചിന്തകളും പരിഹാസങ്ങളും എറിഞ്ഞുകൊണ്ടേയിരിക്കും. അത് നിങ്ങളെ തളർത്താൻ അനുവദിക്കണോ അതോ ആ ചവിട്ടുപടികൾ ഉപയോഗിച്ച് ഉയരങ്ങളിലേക്ക് കയറണോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. പ്രതിസന്ധികളെ നേരിടാൻ നമ്മൾ ശീലിക്കേണ്ട 3 കാര്യങ്ങൾ നോക്കാം. 1. പ്രശ്നങ്ങളെ തടസ്സങ്ങളായി കാണാതെ പഠിക്കാനുള്ള അവസരങ്ങളായി കാണുക. എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്നതിനു പകരം ഇതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാം എന്ന് ചിന്തിക്കുക. 2. വലിയ ലക്ഷ്യങ്ങൾ കണ്ട് ഭയപ്പെടാതെ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യം എന്താണെന്ന് നോക്കുക. ഓരോ മല കയറുന്നത് ഓരോ ചുവടായി വെച്ചുകൊണ്ടാണെന്ന് എപ്പോഴും ഓർമ്മിക്കുക. 3. പെട്ടെന്നുള്ള ഫലം പ്രതീക്ഷിക്കരുത്. മുളങ്കാടുകൾ വളരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആദ്യത്തെ 5 വർഷം അത് മണ്ണിനിടയിൽ വേരുകൾ പടർത്തുകയാണ് ചെയ്യുന്നത്. പുറത്തേക്ക് വളർച്ച കാണുകയില്ല. എന്നാൽ 5-ാം വർഷം അത് ആഴ്ചകൾക്കുള്ളിൽ വാനോട് ഉയരും. നിങ്ങളുടെ അധ്വാനവും അതുപോലെ ഇപ്പോൾ വേരുകൾ പടർത്തുന്ന ഘട്ടത്തിലായിരിക്കാം. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ ശാശ്വതമല്ല. ഇരുട്ടുണ്ടെങ്കിൽ മാത്രമേ വെളിച്ചത്തിന് വിലയുണ്ടാകൂ. നിങ്ങളുടെ സ്വപ്നങ്ങളെ മുറുകെ പിടിക്കുക. മറ്റാരും നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. മലയാളം സ്റ്റോറീസ് ആൻഡ് തോട്ട്സ് എന്ന ഈ ചാനലിലൂടെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഒന്നേയുള്ളൂ. നിങ്ങളുടെ കഥ ഇനിയും തീർന്നിട്ടില്ല. മികച്ച അധ്യായങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ധൈര്യം നൽകിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കിത് ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.